ധീവര സമൂഹത്തെ അവഗണിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്ന് ധീവരസഭ തൃപ്രയാറിൽ മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പ് രംഗത്ത് മറ്റ് സമുദായ സംഘടനകളെ പരിഗണിക്കുന്ന പാർട്ടികൾ ധീവര സമുദായത്തെ പൂർണ്ണമായും അവഗണിക്കുന്നത് ഇനിയും വെച്ചുപൊറുപ്പിക്കാനാവില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒട്ടനവധി അവഗണനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ധീവര സമൂഹം. കേരളത്തിലെ ജനസംഖ്യയിൽ നിർണായക ശക്തിയുള്ള ഒരു സമൂഹമെന്നുള്ളത് പലരും വിസ്മരിക്കുകയാണ്. കേരളത്തിലെ നിരവധി അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും സ്വന്തം സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും മറ്റു അശരണ വിഭാഗങ്ങളുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാനും തോളോട് തോൾ ചേർന്ന് നിൽക്കുവാനും വിജയം വരിക്കാനും കഴിഞ്ഞത് ധീവര സമുദായത്തിൻ്റെ കൂടി കരുത്തുകൊണ്ടാണ്. ആ കരുത്ത് ഇന്നുമുണ്ട് എന്നതും ആരും മറക്കരുത്. 2019 പാർലമെൻറ്റ് ഇലക്ഷനിലാണ് തൃശ്ശൂരിൽ നിന്നും ആദ്യമായി ഒരു സമുദായാംഗത്തിനെ മത്സരിക്കുവാൻ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കോൺഗ്രസ് പാർട്ടി നൽകിയത്. 2024 ആയപ്പോൾ ആ സീറ്റ് തിരിച്ചെടുത്തു. കേരളത്തിലെ 10 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമാണ് ധീവര സമൂഹത്തിനുള്ളത്. ഈ സമൂഹത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അംഗീകരിക്കുന്നത് അവരെ സഹായിക്കുന്ന നിലപാടായിരിക്കും സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. സഹായിക്കുന്നവരെ തിരിച്ചറിയാനും അവഗണിക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും അകറ്റി നിർത്തുവാനും അതിനെതിരെ പ്രതികരിക്കുവാനും ധീവര സമൂഹം പ്രാപ്തരാണ്. മുഴുവൻ സാമുദായിക സന്തുലനങ്ങളും പാലിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവകാശവാദം തികച്ചും പൊള്ളയാണെന്നും 100% വിജയസാധ്യതയുള്ള ഒരാളെ മറ്റു ന്യായങ്ങൾ പറഞ്ഞ് മറ്റെന്ത് ഉദ്ദേശത്തിലാണ് ഒഴിവാക്കിയതെന്നും അവർ പറഞ്ഞു. ഇത് കേരളത്തിലെ മുഴുവൻ പാർലമെൻറ്റ് മണ്ഡലത്തിലും പ്രതിഫലിക്കും. ധീവരസഭ പരസ്യമായി പിന്തുണച്ച സമയത്ത് ബഹുഭൂരിപക്ഷം തീരദേശ സീറ്റിലും വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. സമുദായത്തെ അവഗണിക്കുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കാണുന്ന തിരിച്ചടികൾ. ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി തെറ്റുതിരുത്തണം, അല്ലെങ്കിൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവഗണനയിലും നീതി നിഷേധത്തിലും പ്രതിഷേധിച്ച് അഖില കേരള ധീവരസഭ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി തൃപ്രയാറിൽ അവകാശ സംരക്ഷണ സംഗമവും പ്രതിഷേധ പ്രകടനവും നടത്തി. പരിപാടിയിൽ അഖില കേരള ധീവരസഭ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്ന് അത് തന്നിട്ടുള്ള ഭരണകൂടങ്ങൾ, അത് തന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു, മറ്റ് സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ സമുദായത്തെ ബലിയാടാക്കാൻ പോകുന്നു. ഇത് നീതീകരിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഓരോ സമൂഹത്തിൻ്റെയും കാര്യങ്ങൾ പാർലമെന്റിലായാലും നിയമസഭയിലായാലും അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആ സമൂഹത്തിൻ്റെ പ്രതിനിധിയില്ലെങ്കിൽ നമുക്കറിയാം ഈ രാജ്യത്ത് നടക്കുന്നത് അധികാരമുള്ളവൻ അവൻ്റെ കൈയിട്ട് വാരി അവൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ കേരളത്തിലെ 30 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ധീവര സമൂഹത്തിന് ഒരു പ്രതിനിധിയില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയക്കാർ ചെയ്ത ഏറ്റവും കൊടും വഞ്ചനയാണ് ഈ സമൂഹത്തോട്. ഇത് വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല. തീർച്ചയായും അതിന് ശക്തമായ രീതിയിൽ മറുപടി പറയുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TV ശ്രീജിത്ത് ആമുഖ പ്രഭാഷണം നടത്തി. UM സുബ്രഹ്മണ്യൻ, വെങ്കടേഷ്, UB മണികണ്ഠൻ, ബാബു കുന്നുങ്ങൽ, ജയൻ കാര എന്നിവർ പ്രസംഗിച്ചു. UV ഉണ്ണികൃഷ്ണൻ, KT കുട്ടൻ, ഇത്തിക്കാട്ട് ബാലൻ, ശകുന്തള കൃഷ്ണൻ, ഹേമ തമ്പി, മണികണ്ഠൻ CK, വിജയൻ പനക്കൽ, NR പ്രശാന്ത്, വേണു ചാമക്കാല എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി.